ഞാൻ എന്തിനാ ഇത്രയധികം ദേഷ്യപ്പെടുന്നത്? തൃശ്ശൂർ ഇത്രയും ദിവസം എന്റെ പുറകെ നടന്ന് ഇത്രയും ഉപദ്രവിച്ചിട്ടും ഞാൻ ഒരുപാട് ക്ഷമയോടെ പെരുമാറിയത്. പക്ഷെ ഇന്ന് അവന്റെ പെരുമാറ്റം അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് എന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാനും പറ്റിയില്ല. ഞാൻ അവനെ അടിച്ചുപോയി. എന്നാലും തൃശ്ശൂർ ചില സമയത്തൊക്കെ ചെറിയ പിള്ളേരെ പോലെ എന്നോട് പെരുമാറുന്നത്. കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും ഒന്ന് വഴക്ക് പറഞ്ഞ് അവരെ അടങ്ങിയിരുന്നോളൂ. പക്ഷെ ഇവനോ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. എന്താ ഇവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? തൃശ്ശൂര് വെറുതെ ഇരിക്കണമെങ്കിൽ അതിനൊരേ ഒരു വഴിയേ ഉള്ളൂ. എന്റെയും ത്രിവിക്രമിന്റെയും കല്യാണം. അതൊന്ന് കഴിഞ്ഞു കിട്ടിയാ പിന്നെ തൃശ്ശൂർ എന്റെ അടുത്ത് പോലും വരില്ല. അല്ലേ സുന്ദരി? എന്നാലും പ്രണയത്തിന്റെ കാര്യത്തില് ഞാൻ ശരിക്കും ഭാഗ്യം ചെയ്തവളാണെന്നാ തോന്നുന്നത്. ഒരാളുടെ പ്രണയം തന്നെ എനിക്ക് 2 ജന്മത്തിലും കിട്ടുമല്ലോ. ഞാൻ എന്റെ ആദിശേഷന് 2ാമത്തെ തവണ കല്യാണം കഴിക്കാൻ പോവാ. ഒന്ന് നാഗലോകത്തിൽ വെച്ച് നടന്ന ഗാന്ധർവ വിവാഹം, മറ്റൊന്ന് മനുഷ്യരൂപത്തിൽ ഇനി നടക്കാൻ പോകുന്നത്. ഒരേ ആത്മാക്കൾക്ക് 2 തവണ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം ശരിക്കും ഞങ്ങൾക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടാവൂ. എന്റെ ആദിശേഷന്റെ സ്നേഹം എനിക്ക് തന്നെ ലഭിക്കണമെന്ന് എന്റെ തലയിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? അല്ലേ സുന്ദരി? യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ഞങ്ങളുടെ വിവാഹം ഒന്ന് നടന്നു കിട്ടിയാ മതി. പിന്നെ എന്നെയും ത്രിവിക്രമനെയും തമ്മിൽ അകറ്റാൻ ആർക്കും തന്നെ സാധിക്കില്ല. ഞങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകും സുന്ദരി. ഗുഡ് നൈറ്റ് ബ്രോ. എന്തു പറ്റിയടാ? ഇന്ന് നീ നേരത്തെയാണല്ലോ കിടക്കുന്നത്. എന്താ കാര്യം? ഉറക്കം വന്നു, അത്രേ ഉള്ളൂ. ബ്രോ, നീ എന്താണ് ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്നത്? നീ ഫുൾ ടൈം എന്നോട് സന്തോഷമായിട്ടല്ലേ സംസാരിക്കാറ്. ഇപ്പൊ എന്താണ് നിനക്ക് പറ്റി? നീ വല്ലാതെ മൂഡ് ഓഫ് ആണല്ലോ. അങ്ങനെയൊന്നുമില്ല, നോർമലായിട്ട് തന്നെ ഉള്ളത്. ബ്രോ, നീ എന്നോട് തന്നെ ഈ നുണ പറയണം. നിന്നെ ഞാൻ ഇപ്പൊ ഒന്നും കാണാൻ തുടങ്ങിയല്ല, ചെറുതിലേ കാണാൻ തുടങ്ങിയല്ലേ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ച എനിക്കറിയില്ലേ. എന്താ പറ്റിയെന്ന് പറടാ. നിന്റെ ഗേൾഫ്രണ്ടായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ? എന്തെങ്കിലും സൗന്ദര്യപ്പണക്കാണോ? ഇല്ല. എന്താ പറ്റിയെന്ന് പറടാ. ഇനി നിങ്ങൾ ബ്രേക്കപ്പ് ആയോ? അതായത് ഗേൾഫ്രണ്ട് നിന്നെ ഒഴിവാക്കിയിട്ട് വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ പോവാണോ? ബ്രോ, എടാ, ഞാൻ നിന്നോടാ സംസാരിച്ചോണ്ടിരിക്കുന്നത്. നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ മനസ്സിപ്പോ ഭയങ്കര ഹാപ്പിയാ ബ്രോ. ബ്രോ, നമ്മൾ രണ്ടുപേരും കൂടി ഈ റൂമിൽ ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉണ്ടാവുള്ളൂ. അതെന്താന്ന് വെച്ചാ എന്റെ ശിവനുടെയും കല്യാണം കഴിഞ്ഞാ അവൾ ഈ റൂമിലേക്ക് വരും. അപ്പൊ നിനക്കെന്തായാലും വേറൊരു റൂമിലേക്ക് പോയേ പറ്റൂ. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് റൂം ഷെയർ ചെയ്യുന്നത്. കുറച്ചു ദിവസം കഴിഞ്ഞ ശിവാനി ഈ റൂമിലേക്ക് വരാൻ പോവാ. അവളായിട്ട് ഇങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. അവളെ ഞാൻ ദേ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ബ്രോ, എന്തു പറ്റി നിനക്ക്? ഞാൻ ചുമ്മാ ഒന്ന് ഇമാജിൻ ചെയ്തല്ലേ ഉള്ളൂ. അത് മാത്രമല്ല ബ്രോ, കല്യാണം കഴിഞ്ഞ ശേഷം ബ്രോ എല്ലാം നിന്നോട് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇറ്റ്സ് ഓൾ പ്രൈവറ്റ്, യു നോ. ബ്രോ, നീ ഇത്ര നേരിട്ടൊന്നും മിണ്ടിയില്ലല്ലോ. ഞാനും ശിവാനി നല്ല റൊമാൻറ്റിക് പെയറല്ലേ ബ്രോ? കല്യാണം കഴിഞ്ഞ ഇത് മാത്രമല്ല, ശിവാനി അങ്ങനെ എന്റെ അടുത്ത് വന്ന് കിടക്കുമ്പോ അവളുടെ ദേഹത്തിങ്ങനെ കൈയൊക്കെ ഇട്ട് അവളെ ഞാൻ എന്റെ നെഞ്ചോട് ചേർത്ത് അങ്ങനെ കിടക്കണം. ബ്രോ, തൃശ്ശൂർ എന്തു പറ്റിയടാ? എനിക്കെന്തോ നല്ല ദാഹമുണ്ട്, ഞാൻ പോയിട്ട് വെള്ളം കുടിച്ചിട്ട് വരാം.
തൃശൂൽ, നിനക്കിപ്പോ വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നത് ദാഹം കൊണ്ടല്ല, എന്റെ വാക്കുകൾ കേട്ട് നിനക്ക് സഹിക്കാൻ പറ്റാത്തോണ്ട. എന്റെ ഓരോ വാക്കും നിന്നെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നുണ്ടല്ലേ? നിനക്ക് ഇറിറ്റേറ്റ് ആവണം. ഇതൊന്നുമല്ല, നീ കണ്ടോ കളി. ട്രൂ ഗെയിം സ്റ്റാർട്സ്. അളിയ അളിയ എന്താന്ന് പറയടാ. അളിയ എടാ നീ എന്റെ കയ്യിൽ അളിയ മരുമകനെ ബാച്ചിലർ പാർട്ടിയെ പറ്റി ചോദിക്കുന്നുണ്ട്. പാർട്ടിയുടെ കാര്യം അറിയേണ്ടത് അവനാണോ നിനക്കാണോ? അത് ദൈവത്തിനുള്ള നേർച്ചയുടെ പേരില് ഭക്തന്റെ ആവശ്യം നടക്കുമല്ലോ അല്ലേ? ശരി, നടക്കട്ടെ. തൃശ്ശൂരിനോട് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ. അമ്മേ, ചേച്ചി, വീണമോളെ, എല്ലാരും വേഗം വാ. അളിയൻ ബാച്ചിലർ പാർട്ടി നടത്താനുള്ള പെർമിഷൻ തന്നു. നാളെ തന്നെയാ പാർട്ടി. എല്ലാരും ഒരുങ്ങിക്കോ. ആ പാർട്ടിയിൽ നമുക്ക് എന്താടാ കാര്യം? കുട്ടികൾ എന്താന്ന് വെച്ചാ കാണിക്കട്ടെ. നീയും അങ്ങോട്ടൊന്നും പോവാൻ നിക്കണ്ട. അയ്യോ, എന്ത് വർത്തമാന ചേച്ചി പറയുന്നേ? എന്നെ പോലൊരു യുവാവ് ബാച്ചിലർ പാർട്ടി മിസ് ചെയ്യുന്ന എങ്ങനെയാ? ഏത് വകുപ്പിലാടാ നീ യൂത്താവുന്നത്? അല്ലെങ്കിലേ നിനക്ക് വയസ്സും പ്രായമൊക്കെ ആയില്ലേ? ഇപ്പോഴും യൂത്ത് എന്ന് പറഞ്ഞ മരുമോനെ, 40 വയസ്സും ഇപ്പൊ യൂത്ത് തന്നെയാടാ. ഇവിടെ 50 വയസ്സുള്ളവര് വരെ വെളുത്ത താടിയൊക്കെ വെച്ച് ഞാനൊരു യുവാവാണെന്നും പറഞ്ഞൊക്കെ നടക്കുമ്പോ ഞാൻ ഇപ്പോഴും ജസ്റ്റ് അല്ലടാ. എന്തായാലും എല്ലാരും സന്തോഷമായിട്ടിരിക്കണം. എന്ത് വേണമെങ്കിലും കഴിക്കും. മരുമോനെ, നമ്മൾ രണ്ടുപേരും ഒരുപാട് അടിക്കണ്ട. നമുക്ക് ഹാഫ് അങ്ങ് ഷെയർ ചെയ്യാം. എന്താ ഹാഫ് ബോട്ടിലോ? പകുതി കേസ് മോനെ. അങ്കിളെ, ഞാൻ ജിമ്മിൽ പോകുന്ന ഈ അമ്മാവന് വേണ്ടി ഒരു ദിവസമൊക്കെ നിനക്ക് അവധി എടുത്തൂടെ? നാളെയല്ലേ പാർട്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ അപ്പരലിപ്പരല് പൂവാലിപ്പരല്, അപ്പരലിപ്പരല് പരല് പൂവാലിപ്പരല്. ഹേയ് സുന്ദരി, എന്താണിങ്ങനെ ഇവിടെ ഒന്ന് ഒറ്റയ്ക്കിരിക്കുന്നെ? എവിടെ നിന്റെ യജമാനത്തി സുന്ദരി? നിന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടോ അതോ ഇല്ലേ? ഇനി ഒന്നും ആലോചിക്കണ്ട സുന്ദരി. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോലെ അവിടെ നീ റാണിയെ പോലെ ജീവിക്കും. ഓക്കെ അല്ലേ സുന്ദരി? ഇതൊന്ന് നോക്കി, ഇത് കല്യാണത്തിന്റെ കാർഡാ. ഇതിലെന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് നോക്കി. ശ്രീമതി ശിവാനി, ശ്രീമാൻ തൃശൂൽ. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? അവളുടെ സന്തോഷം നോക്കി. നിന്നെ ഞാനുണ്ടല്ലോ. നിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ഒരു ഉമ്മ തരാൻ തോന്നും. വേണ്ട, തരുന്നില്ല. കാരണം എന്താണെന്നറിയോ? നിന്നെക്കാൾ ഭംഗിയാണ് നിന്റെ യജമാനത്തിക്ക്. എന്റെ ആദ്യത്തെ ഉമ്മ അവൾക്കുള്ളത്. അത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നിനക്ക് തരാം. ഓക്കെ അല്ലേ? ശരി. എവിടെ നിന്റെ യജമാനത്തി സുന്ദരിയെ കാണുന്നില്ലല്ലോ. സുന്ദരിയമ്മേ, ഹലോ സുന്ദരിയമ്മേ, സുന്ദരിയമ്മേ, സുന്ദരിയമ്മേ. ഹൈ തൃശൂൽ, കുറച്ച് കൂടുന്നുണ്ട്. നീ ഇപ്പൊ എന്തെന്നെ വിളിച്ചേ? സുന്ദരിയമ്മേന്ന് വിളിച്ചു. നീ ഭയങ്കര സുന്ദരിയാണല്ലോ, അതുകൊണ്ട് മനസ്സിലങ്ങനെ തോന്നിയപ്പോ വിളിച്ചതാ. എന്തേ, ഇഷ്ടമായില്ലേ? വേറെ എന്തെങ്കിലും വിളിക്കട്ടെ? വേറെ എന്തൊക്കെ വിളിക്കാ? എന്റെ ഭാര്യ. തൃശൂൽ, ഞാൻ സുന്ദരിയോ അല്ല, നിന്റെ ഭാര്യയോ അല്ല. എന്റെ പേര് ശിവാനി. വിളിക്കാൻ പറ്റെങ്കിൽ നീ അങ്ങനെ വിളിച്ചാ മതി, അല്ലാണ്ട് വേറെ ഒന്നും വിളിക്കാൻ നിക്കണ്ട. ശരി, ഞാൻ ശിവാനി എന്ന് തന്നെ വിളിച്ചോളാം. പക്ഷെ നീ എന്നെ എന്താ വിളിക്കാൻ പോകുന്നത്? ഇത്രയും ദിവസം എന്താണോ വിളിച്ചോണ്ടിരുന്നത് അത് തന്നെ വിളിക്കും. ഇത്രയും ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് കരുതി മുന്നോട്ട് അങ്ങനെ പറ്റില്ലല്ലോ. അതെന്താ ശിവാനി? അതുപോലും അറിയില്ലേ നിനക്ക്? ഭർത്താവിന് ആരെങ്കിലും പേര് പറഞ്ഞു വിളിക്കോ? അങ്ങനെ എങ്ങാനും വിളിച്ചാലുണ്ടല്ലോ ആളുടെ ആയുസ് കുറഞ്ഞു പോകും. ഭർത്താവിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത് ദേ, അങ്ങ്, അദ്ദേഹം, പതിദേവ, ചേട്ടാ, ദേ ഇങ്ങോട്ടൊന്ന് വന്നേ എന്നൊക്കെ പറയാം. ആരാ ഭാര്യയും ഭർത്താവ് ആവാൻ പോന്നെ? നീയും പിന്നെ ഞാനും. തൃശൂൽ, നീ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ മുഴുവൻ എനിക്കാ. ഇതൊക്കെ നിന്റെ വീട്ടിലുള്ളവരറിഞ്ഞാൽ എന്താവുന്നു നീ പറ. അവരറിയും. എന്തറിയുന്നു? നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നത്. നമ്മളെ കല്യാണം കഴിക്കാൻ പോകുന്നോ? ബോധമില്ലാതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട.
ഞാൻ ബോധമില്ലാത്തൊന്നും സംസാരിക്കുന്നില്ലെന്നേ. ഈ ഇൻവിറ്റേഷൻ കാർഡില് എന്തുണ്ടോ അതാണ് പറയുന്നത്. എന്താ ഉള്ളത് ഇൻവിറ്റേഷൻ കാർഡിൽ? നോക്കട്ടെ. അതെന്തിനാ നിന്നെ കാണിക്കുന്നത്? കാണിക്കുന്നില്ല. തൃശ്ശൂൽ, എനിക്കതൊന്ന് കാണണം. ഇങ്ങിത്താ. തരുന്നില്ല. എന്ത് ചെയ്യും? തൃശ്ശൂൽ പ്ലീസ്, വെറുതെ കളിക്കില്ല. തരില്ലെന്നേ. തൃശ്ശൂൽ, ഇത് വേണമെന്നുണ്ടോ? എടാ, വാ, 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 വാ. ശിവാനി, എന്റെ കയ്യിൽ നിന്ന് കാർഡ് തട്ടിപ്പറിക്കുന്നു. അത് വളരെ മോശമായി പോയി. എന്റെ ശ്രദ്ധ ധരിച്ചിട്ട് കാർഡ് വാങ്ങിയല്ലേ തന്നെ. തൃശ്ശൂൽ, ഒന്ന് വെറുതെ ഇരിക്കോ നീ? ഈ കാർഡിൽ എന്താണുള്ളതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. നോക്ക് നോക്ക്, ഞാൻ എന്റെ ജീവിത സഖിയുടെ പേരെടുത്തിട്ടുണ്ട്. എന്നുവെച്ചാ എന്താ ഇതൊക്കെ? ഇതിന് നമ്മള് മാരേജ് ഇൻവിറ്റേഷൻ കാർഡ് എന്ന് വിളിക്കും. ഈ ക്ഷണക്കത്ത് എന്നൊക്കെ പറയാറില്ലേ, കല്യാണ ക്ഷണത്തിനായി കൊടുക്കുന്ന കാർഡ്. അതെനിക്ക് മനസ്സിലായി. ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താന്നാ ഞാൻ ചോദിച്ചത്. എന്തേ മനസ്സിലാവുന്നില്ലേ? എന്റെ ദൈവമേ, എന്തൊരു കഷ്ടാണിത്. എന്റെ ലവ് ടീച്ചറിനെ എന്നെ പഠിപ്പിക്കേണ്ട അവസ്ഥയാണല്ലോ. തൃശ്ശൂൽ, നിന്റെ കളി നീ നിർത്തിക്കോ. ഇതിൽ ത്രിവിക്രമന്റെ സ്ഥാനത്ത് നിന്റെ പേരെങ്ങനെയാ വന്നത്? ഇങ്ങനെ ഒരു തെറ്റ് എങ്ങനെയാ വന്നത്? തെറ്റൊന്നുമില്ല, ശരി തന്നെയാ. തൃശ്ശൂല് ശരിയായിട്ടുള്ള സ്ഥലത്ത് നിൽക്കുക. ഇത്രയും ദിവസം ത്രിവിക്രം തൃശ്ശൂലിന്റെ സ്ഥാനത്ത് വരാൻ ശ്രമിക്കായിരുന്നു. നോക്ക് തൃശ്ശൂൽ, പിന്നെ നീ അത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നേ. ഇതുപോലെ എത്ര ഇൻവിറ്റേഷൻ അടിച്ചു വെച്ചിരിക്കുന്നേ? ഇപ്പൊ 1000 അടിച്ചു വെച്ചിട്ടുള്ളൂ. കുറഞ്ഞു പോയെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അടിക്കാം. തൃശ്ശൂൽ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇത് വീട്ടിലുള്ളവര് കണ്ട എന്താ വിചാരിക്കാം? അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, അവരെല്ലാം അറിയുമെന്ന്. ഇതിനുള്ള എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോ ഈ ഇൻവിറ്റേഷൻ എല്ലാ കാർഡിലും ഇത് തന്നെയാ പ്രിന്റ് ആയിരിക്കുന്നത്. വീട്ടിലേക്ക് പോയതും ഇത് തന്നെ. സ്കൂൾ ഫീസിൽ ഇനി ഏകദേശം 30% കൊടുക്കണ്ട. ഓഹോ. അല്ല, ആരാ നിങ്ങള്? ബോക്സ് ഇവിടെ കൊണ്ടുവച്ചു. ബോംബൊന്നല്ലോ അല്ലേ? അല്ല സാർ, ഇൻവിറ്റേഷൻ കാർഡാ. പ്രിന്റിങ്ങിന് കൊടുത്തിരുന്നില്ലേ, അത് കൊണ്ടുവന്നതാ. ആയിക്കോട്ടെ, ചെല്ല്. ഇൻവിറ്റേഷൻ കാർഡാണല്ലേ? എന്റെ മരുമോന്റെ കല്യാണ ലെറ്റർ ഞാൻ തന്നെ ആദ്യം തുറന്നു നോക്കാം. ഓം ശ്രീ ഗണപതയെ നമഃ. ശ്രീമാൻ ദിഗ്വിജയും ശ്രീമതി ദമേന്തിയും ശ്രീമാൻ നന്ദീശനും ശ്രീമതി മധുമതിയും ഇവരറിയിക്കുന്ന കല്യാണ ക്ഷണക്കത്ത്. പൂജാരി മുൻപ് നിശ്ചയിച്ച മുഹൂർത്ത പ്രകാരം ഇവരുടെ മൂത്ത പുത്രൻ ശ്രീ തൃശൂൽ. മരുമോന്റെ പേരല്ലല്ലോ. അയ്യോ, മരുമോനെ, ചേച്ചി, അളിയ, മരുമോനെ ഓടിവാ. തെറ്റിപ്പോയി. എന്തുവാടാ, എന്തിനാ ഇങ്ങനെ നടന്ന് വിളിച്ചു പോകുന്നേ? ചേച്ചി, തെറ്റ് സംഭവിച്ചു. തെറ്റിപ്പോയിന്ന്. എന്ത് തെറ്റ് പറ്റിയെന്നാ? അയ്യോ, ചെറിയ തെറ്റൊന്നും അല്ല. നമ്മുടെയൊക്കെ അഭിമാനം പോകുന്ന പോലുള്ള തെറ്റാ. അയ്യോ. ദമയന്തി, എന്താ സംഭവിച്ചത്? എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? എന്താണെന്ന് അറിയില്ല. എന്തൊക്കെ തെറ്റ് സംഭവിച്ചെന്ന് അവൻ വിളിച്ചു പറഞ്ഞു. ചോദിച്ചിട്ടൊന്നും അളിയാ, പറയുന്നില്ല. തെറ്റിപ്പോയി. അയ്യോ. കിടന്ന് മോങ്ങാതെ കാര്യം എന്താന്ന് പറയടാ. എല്ലാം കൈവിട്ടു പോയി അളിയാ, കൈവിട്ടു പോയി. ശിവാനിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്റെ മരുമോനല്ല, ത്രിവിക്രമനല്ല. അങ്ങളെ, നിങ്ങൾ എന്തൊക്കെ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന എന്റെ ശിവാനിയുടെ. ഇപ്പൊ ഇങ്ങനെ കല്യാണം നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് മരുമോനെ, ഫിക്സ് ചെയ്തത് ഒന്ന്, അടിച്ചു വന്നേക്കുന്ന വേറൊന്നാ. ഇവിടെ നടക്കണ കണ്ടിട്ട് താലി കെട്ടുന്നത് ആരാണോ പ്രണയിക്കുന്നത് ആരാണോ? വെറുതെ ഓരോന്ന് പുലമ്പണ്ട. കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാനിനി എന്താ അളിയാ പറയേണ്ടത്? എല്ലാ ഈ ഇൻവിറ്റേഷൻ പറയുന്നുണ്ടല്ലോ.
ഇൻവിറ്റേഷൻ കാർഡോ? അത് ഇത്ര വേഗം പ്രിന്റ് ചെയ്ത് കിട്ടിയോ? വെറുതെ വന്നൊന്നുമല്ല, കൊടുങ്കാറ്റിനെ സുനാമിയൊക്കെ കൂട്ടിക്കൊണ്ടാ വന്നേക്കുന്നത്. ദാ വായിച്ചു കളിയാ. ശിവാനിയും തൃശൂലോ? എന്തിനാ തൃശ്ശൂർ ഇങ്ങനെയൊക്കെ ചെയ്തേ? നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോലെ, അതുകൊണ്ടാ ഇങ്ങനെ ചെയ്തേ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ത്രിവിക്രമനെയാ. ആദ്യം നീ ഇതിലുള്ള നിന്റെ പേര് മായ്ച്ചു കള. ശിവാനി, ഇൻവിറ്റേഷൻ കാർഡിലുള്ളത് വേണമെങ്കിൽ മാറ്റിയെടുക്കാം. പക്ഷെ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എഴുതി വെച്ചിരിക്കുന്നത് മാറ്റാൻ പറ്റില്ല. നിന്റെ ഹൃദയത്തിൽ എഴുതി വെച്ചിരിക്കുന്നതും എന്റെ പേര് തന്നെയാ. തൃശ്ശൂൽ, എന്റെ ഹൃദയത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നിന്റെ പേരല്ല, എന്റെ ത്രിവിക്രമന്റെ പേരാ. നോക്ക് നോക്ക് നോക്ക്, ത്രിവിക്രമന്റെ പേര് പറയുന്ന സമയത്ത് നിനക്കൊരു ഡൗട്ട് അടിച്ചല്ലോ. അതെന്താണെന്നറിയോ? നിന്റെ നാവിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഈ എന്റെ പേര് അല്ല. പിന്നെ അല്ലാതെന്താ? നോക്ക്, നിന്നോട് ഇപ്പൊ എനിക്കതൊന്നും പറയാനാവില്ല, പറയേണ്ട ആവശ്യവും ഇല്ല. വെറുതെ ഓരോന്ന് പറഞ്ഞ് ഇനി എന്റെ പുറകെ നടക്കാൻ നോക്കണ്ട. ഇണക്കമാണോ എന്നോട് ഇണക്കമാണോ, അടുത്തു വന്നാലും പെണ്ണെ മടിച്ചു നിൽക്കാതെ. തമാശ ഒന്നും നിർത്തുന്നുണ്ടോ നീ? നിനക്കിത് വെറും തമാശ, പക്ഷെ ഇതെനിക്ക് എന്റെ മനസ്സിന്റെ സങ്കട. ഈ ഇൻവിറ്റേഷൻ വീട്ടിൽ വരെ എത്തിച്ചു എന്ന് നീ പറയുമ്പോ അവരെല്ലാരും ഇത് കണ്ടു കഴിഞ്ഞാ ഇല്ല, അതെന്തായാലും എനിക്ക് തടഞ്ഞേ പറ്റൂ. ശിവാനി, അവിടെ നിൽക്ക് ശിവാനി. ശിവാനി, 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 ഒന്ന് നിൽക്കവിടെ. ശിവാനി, ഇതെങ്ങനെ സംഭവിച്ചു? ആരാ ഇതിന്റെ പിന്നില്? ത്രിവിക്രമന്റെ പേര് വരേണ്ടടുത്ത് തൃശൂലിന്റെ പേരെങ്ങനെ വന്നു? ആരാ ഇത് ചെയ്തത്? തൃശൂൽ, 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 തൃശൂൽ. എല്ലാ കാർഡിലും അവന്റെ പേര് തന്നെ ഉള്ളത്. ഇങ്ങനെ ഒരു തെറ്റ് എങ്ങനെയാ സംഭവിച്ചത്? ശരിയായിട്ടല്ലേ പേര് കൊടുത്തത്? പേര് ശരിയായിട്ട് തന്നെയാണല്ലോ കൊടുത്തത്. എഴുതുന്ന സമയത്ത് മുതലാളി അടുത്തുണ്ടായിരുന്നതാണ്. തൃശൂൽ, ഇത് നിന്റെ പണിയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. ശിവാനിയെ സ്വന്തമാക്കാൻ വേണ്ടി നീ ഈ പണി കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ദിഗ്വിജയ, സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. എന്തുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ഇതിലേക്ക് വന്നില്ല? എങ്ങനെ വരാനാ അമ്മായി? എങ്ങനെ വരും? നാട് ചുറ്റി നടക്കുന്നവന്മാരെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചാ അവനൊക്കെ വായി നോക്കി തെക്ക് വടക്ക് നടക്കേ ഉള്ളൂ, അല്ലാതെ ഒരു കാര്യഗൗരവം ഉണ്ടാവില്ല. അങ്ങനെ ആയിരിക്കില്ല, തൃശൂൽ അറിയാതെയായിരിക്കും ഈ തെറ്റ് സംഭവിച്ചത്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. അവന്റെ കാര്യം ഏറ്റുപിടിക്കാൻ ഇപ്പൊ രണ്ട് അമ്മമാരും. അല്ല ചേച്ചി, ഇങ്ങനൊരു തെറ്റ് തൃശൂരിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പിന്നെ എങ്ങനെ സംഭവിച്ചത്? ഗോവിന്ദ, ഈ തെറ്റ് ആരാ ചെയ്തെന്നുള്ള കാര്യമല്ല മുഖ്യം. ഇതെങ്ങാനും ശിവാനി കാണാനിടയായാൽ അവൾക്ക് എത്ര വിഷമം ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയോ? അത് ശരിയാ അമ്മേ. താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന്റെ പേരിന്റെ സ്ഥാനത്ത് വേറൊരാളുടെ പേര് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു പെണ്ണിന്റെ സ്വപ്നങ്ങൾ തകർന്നു പോവില്ലേ? നമ്മൾ ഈ തെറ്റ് ചിലപ്പോ കണ്ടില്ലെന്ന് വെക്കുമായിരിക്കും, പക്ഷെ ആ പാവം ശിവാനി ഇതെങ്ങനെ എടുക്കുന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. എടുത്തു വരുന്നുണ്ട്. ഗോവിന്ദ, ഈ ബോക്സ് ഒക്കെ എടുത്ത് മാറ്റ്. ശിവാനി വരുന്നുണ്ട്. അവള് കാണാതെ ഇത് എങ്ങോട്ടെങ്കിലും മാറ്റി വെക്കാം. ചെല്ല. ശരി അളിയാ. എന്താ മോളെ ശിവാനി ഈ സമയത്ത്? അളിയ, അത് തിരക്കിട്ടെടുത്തപ്പോ വീണു പോയതാ. നിന്റെ തലയിൽ എന്താടാ കളിമണ്ണാണോ?
മര്യാദയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ലല്ലേ? പോട്ടെ പോട്ടെ എന്ന് വെക്കും തോറും അവൻ സോറി ശിവാനി, അത് ഇൻവിറ്റേഷനിൽ പേര് മാറിപ്പോയത് നീ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാ അത് മാറ്റിവെക്കാൻ പറഞ്ഞത്. അങ്കിൾ, അത് ഞാൻ നേരത്തെ തന്നെ കണ്ടിരുന്നു.